ദൈവത്തിന് മാത്രം അറിയാം. മത്തായിച്ചോ, ആര് ചവിട്ട് മേടിച്ചാലും ഇല്ലേലും കൊലവമ്പനെ ജീവനോടെ പിടിച്ചു കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അച്ചായോ, നേരെ ഒത്തിരിയായി, ഇനി കിടക്കാൻ നോക്കാം. അത് ശരിയാ. അവളാനെ പോയി മുള്ളിയേക്ക് വന്ന് കിടക്ക്. പായരങ്ങാന് കിടന്ന് മുള്ളിയാൽ കാലത്ത് ചാവിട്ട് നിന്റെ കടച്ചാണ് ഞാൻ തിരിച്ചോളി. ഞാൻ മുള്ളി അച്ചായ. അയ്യേ അയ്യേ. നിങ്ങളെല്ലാം കൂടെ പിടിച്ചോണ്ടില്ല അവനോട് രക്ഷപ്പെട്ടത്? ആരാണ് ആള്? ആർക്കറിയാം? കുഞ്ഞേ, ആ മുനിയാണ്ടിക്ക് ഒരു അന്തരവനുണ്ട്. അവൻ ഇങ്ങനെ രാത്രികാലങ്ങളിൽ കറങ്ങി നടന്ന് പലരെ കുത്തിയിട്ടുണ്ട്. അവനായിരിക്കും എന്നാ എനിക്ക് സംശയം. ഏതായാലും ഇനി ഇവിടെ കിടക്കല, മാമ കാത്തുപോയി കിടക്ക. വേണ്ട, ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ, നിങ്ങൾ വയ്ക്കോ. ഇതെന്തൊരു ഊരാണപ്പാ. ഇതാണ് കൊടുങ്ങല്ലൂര്. വാ. ഒന്ന് നിൽക്കൂ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? ദയവായി കത്ത് ഡോക്ടർ ലീല ഏൽപ്പിക്കണം. അയ്യോ, എനിക്ക് പേടിയാ. ആരെങ്കിലും കണ്ട എന്നെ കൊന്നുകളയും. അങ്ങനെ പറയരുത്. നിങ്ങൾക്കില്ല അമ്മയും സഹോദരിമാരും. ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒന്നുകൊണ്ടും പേടിക്കാനാണ്. ഡോക്ടർ, അവിടെ വെച്ചേക്കൂ. ഡോക്ടർ, എന്താ? ഡോക്ടർ പേടിക്കുന്നു. ഒരമ്മയെ രക്ഷിക്കാൻ ഡോക്ടർ സഹായിക്കണം. ലക്ഷ്മി അമ്മയുടെ അസുഖം മാറേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അവർക്ക് സ്വബോധം വന്നാലേ ക്രൂരനായ ഉണ്ണിത്താന്റെ രഹസ്യങ്ങൾ വെളിച്ചത്ത് വരും. ഡോക്ടർക്ക് ഒരാപത്തും സംഭവിക്കില്ല. മലയോരത്തുള്ള ജനങ്ങൾ ഒന്നടങ്കം ഡോക്ടറോടൊത്തുണ്ടായിരിക്കും. ഒരു മനുഷ്യ സ്നേഹം. ഇന്നലെയായിരുന്നു പൗർണമി. അതിനെന്താ? പൗർണമി കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ മറന്നിട്ടില്ല മഞ്ജു. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട്. അതെന്താ? അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല. അല്പം കൂടി ക്ഷമിക്കൂ. ഞാൻ മരുന്ന് പറിക്കാൻ വന്നതാ.
താമസിച്ച അപ്പന് പേടിയാ. ആന കുത്തിക്കൊല്ലുമെന്നായിരിക്കും. നിന്നെ ഒരു ആന ഒന്നും ചെയ്യില്ല. ഞാൻ പോട്ടെ. ശരി, നടക്കണം. എന്താടാ അവനെ പിടിച്ചോ? എവിടെ? മുതലാളി, എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അയച്ചവരിൽ ഇവൻ ഒഴികെ എല്ലാരും ഓടി. ഇവന്റെ കാലിന് വല്ല കുഴപ്പമുണ്ടോ മുതലാളി? ഓ, ഡ്രൈവർ അല്ലേ? ലോറി ഓടിക്കാനേ അറിയൂ, ഓടാൻ അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട് അങ്ങേക്ക് ഉറക്കമില്ലെന്ന് കേട്ടു. ഒന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി, ഞാൻ ഒരു തന്തയ്ക്ക് ജനിച്ചവനാ. ആ തന്ത ആരാണെന്ന് വഴിയെ അറിഞ്ഞോളൂ. മുതലാളി, കുറെ കാലമാലേ പയറ്റ് തുടങ്ങിയിട്ട് പലരെയും പുറയിൽ നിന്ന് കുത്തിവീഴ്ത്തി. പക്ഷെ ഇത് അവസാനത്തെ അംഗമാണ്. ഇളം മുറക്കാരുടെ അടുവൾക്ക് മുന്നിൽ ആരുടെ തലയാണ് അറ്റുവീഴുക എന്ന് നേരിട്ട് കണ്ടു. അമ്മയ്ക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോളൂ. അമ്മ ഒന്നുകൂടെ എന്നെ അമ്മേന്ന് വിളിക്കും മിനിമോളെ, വിളിക്കും മോളെ. ഞാൻ പറയുന്ന അനുസരിച്ചാലേ അങ്ങനെ വിളിക്കൂ. അനുസരിക്കാം. അനുസരിക്കാം മോളെ. മോളെ എന്ത് പറഞ്ഞാലും അനുസരിക്കാം മോളെ. എരിവിൽ നിന്നാണ് നിന്നെ ഞാൻ എടുത്തു വളർത്തിയത്. നിനക്ക് ഞാൻ വീട് വെച്ച് തന്നു, കൈ നിറയെ പണം തന്നു, നീ മോഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിച്ചും തന്നു. പക്ഷേ നീ എന്നോട് നന്ദിയേട് കാണിച്ചു. ഈ പ്രാവശ്യത്തേക്ക് അവരൊരു മാപ്പ് കൊടുക്കണം മുതലാളി. ഇവനെ വിശ്വസിച്ചിട്ടാണ് മത്തായി ഞാൻ ലോറിയിൽ കഞ്ചാവ് കയറ്റി വിട്ടിട്ടുള്ളത്. എന്നിട്ടും ഇത്തവണ എന്തിനോ കഞ്ചാവ് മോഷ്ടിച്ചു വിറ്റു. ഈ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്ന് ഭാര്യ പറഞ്ഞു. ഓഹോ, അതിനുവേണ്ടി പണമുണ്ടാക്കാനാണോ നീ ഇങ്ങനെ ചെയ്തത്? ശരി, ഇനി ജോലി ചെയ്യാൻ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് പോകാം. വെറും കൈയോടെയല്ല, മലമുകളിൽ ചെന്ന് വേലുവിനോട് 5000 രൂപ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളും.